രഞ്ജു രഞ്ജിമാർ നമുക്കിപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ രഞ്ജു രഞ്ജിമാർ, അങ്ങേ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. നടി ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് വിചാരണ കോടതി കണ്ടെത്തിയ 1 മുതൽ 6 പ്രതികളുടെ ശിക്ഷാവിധി ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നു. കോടതി പറഞ്ഞിരിക്കുന്നു 20 വർഷം വരെയാണ് തടവ് എല്ലാ പ്രതികൾക്കും. അങ്ങയുടെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? സന്തോഷം. 20 വർഷം കുറഞ്ഞു പോയോ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പ്രോസിക്യൂഷന്റെ പ്രതികരണം അത്തരത്തിലാണ്. രഞ്ജു രഞ്ജിമാർ, ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് ശിക്ഷാവിധി കുറഞ്ഞു പോയി, അപ്പീൽ പോകുമെന്നാണ്. അതെ, ശിക്ഷാവിധി കുറഞ്ഞു പോയി, ജീവപര്യന്തം തന്നെ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ. ഇപ്പൊ കോടതിയുടെ ഭാഗത്ത് ഇന്ന് വന്ന പ്രതികരണങ്ങൾ ഈ പ്രതികളുടെ പ്രായമടക്കം മറ്റു കാര്യങ്ങളൊക്കെയും കോടതി പരിഗണിച്ചു. നോക്കൂ ഈ രഞ്ജു രഞ്ജിമാർ, നമുക്കറിയാവുന്ന പോലെ അതിജീവിത ഈ ആക്രമിക്കപ്പെടുമ്പോൾ അവരുടെ പ്രായമൊന്നും ഈ കുറ്റവാളികൾ അത് അവരുടെ ഈ സർവസ്വവും നശിച്ച ഒരു കേസാണിത്. ഇതിന് പിന്നിൽ കുറ്റവാളികൾ തന്നെ അല്ലല്ലോ. പലപ്പോഴും പറയുന്നുണ്ടല്ലോ, നമ്മൾ സ്വയം വെള്ള പൂശാനായിട്ട് ചിലര് പുറത്ത് നിൽക്കുമ്പോൾ അവരെ വെള്ള പൂശുവാനായിട്ട് കുറച്ചു പേര് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ പുറത്ത്, അല്ലേ? അപ്പം ഈ ഒരു കോടതിക്ക് മുന്നിൽ ഞാനും ഒരു സാക്ഷി പട്ടികയിൽപ്പെട്ട ഒരാളായിരുന്നു. അപ്പൊ ഞാൻ കൊടുത്ത എന്റെ മൊഴികൾ വെറും മുഖവിലേക്ക് പോലും എടുത്തിട്ടില്ലായിരുന്നു എന്നറിയുമ്പോൾ നമുക്കൊരു ഞെട്ടലാണ്. അപ്പൊ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം നീതി കിട്ടുമെന്നുള്ള രീതിയിൽ നമ്മൾ കോടതിയെ സമീപിക്കരുത് എന്നാണ് ഈ ഒരു വിധിയിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്. അതിജീവിതയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ, അവരുടെ ഒരു സുഹൃത്ത് കൂടിയാണ് താങ്കൾ, സാക്ഷി പട്ടികയിലുള്ള ഒരാൾ കൂടിയാണ് താങ്കൾ. അതുകൊണ്ട് ചോദിക്കട്ടെ, ഈ വിധിയിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഒരിക്കലുമല്ല സാറ്റിസ്ഫൈഡ് അല്ല. നമ്മൾ ഒരാളെ മനഃപൂർവ്വം കുറ്റവാളിയാക്കുവാനോ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കുവാനോ താല്പര്യപ്പെടുന്നില്ല. എന്റെ കൺമുന്നിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്റെ കൺമുന്നിൽ കണ്ട കാര്യങ്ങൾ എന്നെ ഒരാളും പ്രേരിപ്പിച്ച് വിട്ടതല്ല. ഞാൻ ഒരാളിന്റെയും കയ്യിൽ നിന്ന് ഒരു മുട്ടുസൂചി പോലും വാങ്ങിച്ചുകൊണ്ട് ഞാൻ സാക്ഷി പട്ടികയിൽ പോയി ചേർന്ന ഒരാളല്ല. ഈ പറയുന്നവർക്കെല്ലാം എന്റെ അക്കൗണ്ടുകളും എന്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാകും. ഞാൻ ഒരു മുട്ടുസൂചി പോലും ഒരാളിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ ഞാൻ സാക്ഷിയിൽപ്പെട്ട ഒരാളാണ്. ആക്സിഡന്റലി സാക്ഷി പട്ടികയിൽപ്പെട്ട ഒരാളാണ്. അത് ആർക്കും അറിയ പോലും വേണ്ട. മനസ്സിലായോ? ഞാൻ എങ്ങനെ സാക്ഷി പട്ടികയിൽ വന്നു എന്നുള്ളത് പോലും ആർക്കും അറിയണ്ട. നമ്മൾ എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് സാക്ഷി പട്ടികയിൽ കയറി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കോടതിയുടെ മുമ്പിൽ എന്ത് ധൈര്യത്തിലാണ് വരും തലമുറയിൽ ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നീതി കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് എങ്ങനെ പോകാൻ കഴിയും? ഞാൻ എല്ലാവരോടും പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഇത് കേൾക്കുന്ന ആർക്കും എന്ത് പ്രശ്നങ്ങൾ വന്നാലും കൊടുക്കാനുള്ളത് സ്പോട്ടിൽ കൊടുക്കുക. ഒരു നീതിയും തേടി എങ്ങും പോകരുത്. അറ്റ്ലീസ്റ്റ് ചെകിടത്തൊന്ന് കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതർവൈസ് നമുക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പാക്കാനേ പറ്റില്ല. ഈ 6 പേരെ 20 വർഷം ശിക്ഷിച്ചത് കൊണ്ട് അവൾ അനുഭവിച്ച മാനസിക വേദന, അവൾ എത്ര പ്രാവശ്യം ആത്മഹത്യയുടെ കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ആര് പകരം വെക്കും? രഞ്ജു രഞ്ജിമാർ, ഇപ്പം A1 മുതൽ A6 വരെ, അതായത് 1 മുതൽ 6 വരെ പ്രതികളാണ് ഈ ബലാത്സംഗ കുറ്റം അടക്കം തെളിയിക്കപ്പെട്ടപ്പോൾ തന്ത്രപൂർവ്വം 8ാം പ്രതിയെ ഒഴിവാക്കാനായിട്ട് 7ാം പ്രതിയെയും കൂടെ ഒഴിവാക്കി. അത്രേ ഉള്ളൂ. ഈ തന്ത്രപൂർവ്വം ചെയ്ത പരിപാടിയാണ് അത്. ഏത് ചോറുണ്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വാദമൊക്കെ കളവാണ്, അങ്ങനെയാണോ? ഗൂഢാലോചന തെളിയിക്കപ്പെട്ടോ പെട്ടില്ല എന്നുള്ളത് നമ്മുടെ വിധിയുടെ പകർപ്പ് വരുമ്പോൾ മനസ്സിലാകും. അത് എത്രത്തോളം അത് അവിടെ എന്താ പറയാ തെളിവുകൾ നിരത്തി എന്നുള്ളത് അവരുമായിട്ട് സഹകരിച്ചവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം, അല്ലേ? ഒരു എന്താ പറയാ ഇത്രയും വേദന അനുഭവിച്ച ഒരു സ്ത്രീ സ്വയം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് വിധി നിർണയിക്കുന്ന അല്ലെങ്കിൽ ആ നീതിന്യായ കോടതി പറയുന്നത് ഞാൻ നിന്റെ സ്റ്റെനോഗ്രാഫ് അല്ല എന്ന് പറയുമ്പോൾ അവിടെ കഴിഞ്ഞു സംഭവം. നീ പറയുന്നത് എഴുതാനിരിക്കുന്ന സ്റ്റെനോഗ്രാഫ് മാത്രമല്ല ഞാനെന്ന് പറയും. ഞാൻ എന്റെ സാക്ഷിമൊഴി രേഖപ്പെടുത്തുമ്പോൾ അവിടെ പരിഹാസം നിറഞ്ഞ ചിരികൾ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. ഈ വിധി 20 വർഷം എന്നുള്ളത് വളരെ കുറഞ്ഞു പോയി എന്ന് വേണം എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ രഞ്ജു രഞ്ജിമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.